വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ അധ്യക്ഷരായിട്ടുള്ള ജേഡാളി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജേഡാളിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ രംഗത്ത് സജീവമായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തക കൂടിയാണ് ജേഡാളി. അതുകൊണ്ട് ജേഡാളിക്ക് ഭിന്നശേഷിക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരു ആൾ കൂടിയാണ് ജേഡാളി. ജേഡാളിയോട് തന്നെ ചോദിക്കാം. നമ്മൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രി നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ്. ആരെയും ഈ സർക്കാർ കൈവിടുന്നില്ല, എല്ലാവരെയും ചേർത്ത് നടത്തിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇന്ന് ഭിന്നശേഷിക്കാരെയാണ് കാണുന്നത്. വികലാംഗ ക്ഷേമ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധ്യക്ഷ പദവി വന്ന ശേഷം ഒത്തിരി പരിപാടികൾ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തി. ഇന്നത്തെ പരിപാടി കൊണ്ട് എങ്ങനെയാണ് ലക്ഷ്യമാക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം? ഭിന്നശേഷി സൗഹൃദ നവകേരളം സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി മുഖ്യമന്ത്രി നടത്തുന്ന ഈ മുഖാമുഖം പരിപാടി വലിയ ആവേശത്തോടെയാണ് ഭിന്നശേഷി മേഖല സ്വീകരിച്ചിട്ടുള്ളത്. വളരെ പ്രതീക്ഷയാണ്, പുത്തൻ ഉണർവാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി മേഖലയിൽ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ സാമൂഹ്യനീതി വകുപ്പും മറ്റു പല വകുപ്പുകളും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്കീമുകളും ഒക്കെ നടത്തുന്നുണ്ട് കേരളത്തിൽ. എന്നാലും പരിഹരിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് അതൊക്കെ നമ്മുടെ ഭരണ നേതൃത്വത്തോട്, മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് അവർക്ക് സ്വപ്നതുല്യമാണ്. അപ്പോൾ ആ ഒരു വലിയ സന്തോഷം എല്ലാവരിലുമുണ്ട്. ആ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. നമ്മൾ എത്ര പ്രതിനിധികളാണ് ഇന്നത്തെ ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഒപ്പം തന്നെ എത്ര പേർക്ക് ആണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംവദിക്കാൻ അവസരം ലഭിക്കുക? ഇന്ന് പങ്കെടുക്കുന്നത് 1000 പേരാണ്. അതത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളിൽ നിന്ന് ആണ് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് ഒരു 50 പേർക്കെങ്കിലും മിനിമം മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. മാത്രമല്ല, പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടേതായ വിഷയങ്ങൾ എഴുതി കൊടുക്കാനുള്ള അവസരമുണ്ട്. പരമാവധി പേർക്ക് നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. സാധ്യമല്ലാതെ പോകുമ്പോൾ സമയപരിമിതി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് എഴുതി നൽകാനുള്ള അവസരവും കൊടുത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളിൽ ബഹുദൂരം മുന്നിൽ പോയൊരു സംസ്ഥാനമാണ്. ഒന്ന്, ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒപ്പം തന്നെ ഈ ഭിന്നശേഷിക്കാരെ അനുകമ്പയുടെ ഭാഗമായി മാറ്റി നിർത്തുന്ന അവസ്ഥ മാറി അവരിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ അവരെ കൂടി സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അനുകൂലമായി മാറ്റിത്തരത്തുന്ന നിരവധി പ്രോജക്റ്റാണ് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ അടക്കം നടപ്പിലാക്കി. അത്തരം പ്രോജക്റ്റുകളെ കുറിച്ച് ജയിലാളി എന്താണ് ഈ ഭിന്നശേഷിക്കാരോട് പറയാനുള്ളത്? ഭിന്നശേഷി സൗഹൃദം സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലാണ്, പൂർണ്ണമായിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതു ഇടങ്ങളൊക്കെയും ഇനിയും മാറി വരേണ്ടതുണ്ട്. നമ്മുടെ നയപ്രഖ്യാപനത്തിലൊക്കെയും അതിനുള്ള ബഡ്ജറ്റ് തുക വകകൊള്ളിച്ചിട്ടുണ്ട്. പരമാവധി വേഗതയിൽ പരമാവധി പൊതു ഇടങ്ങളൊക്കെയും ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ആവശ്യമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ, അതായത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, നിഷ്, നിപ്മറ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, അതിന് പുറമെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുവഴിയൊക്കെയും ഭിന്നശേഷി ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ക്ഷേമ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സ്കീം എന്ന് പറയുന്നത് അവരുടെ ശാരീരിക പരിമിതി അതിജീവിക്കുന്നതിന് സഹായിക്കുന്ന സഹായ ഉപകരണങ്ങൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സബ്സിഡി നിരക്കിലും പലിശ കുറഞ്ഞ നിരക്കിലുമുള്ള വായ്പ ലഭ്യമാക്കുക എന്നുള്ളത്, അത് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഭവന വായ്പാ പദ്ധതിയുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ലൈഫിൽ മുൻഗണന നൽകുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വന്ന് ലൈഫ് പട്ടികയിൽ നിന്ന് പുറത്തായി പോകുന്നവർക്ക് ഭവനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സിഡി നിരക്കിലും പലിശ കുറഞ്ഞ വായ്പ ലഭ്യമാക്കുന്നുണ്ട് കോർപ്പറേഷൻ. പിന്നെ വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഇതൊക്കെ നൽകി വരുന്നു. 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം എന്ന പദ്ധതിയിലൂടെ 25,000 രൂപ ഒറ്റത്തവണ ധനസഹായമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ വിവിധ ഗ്രാൻറ്റുകൾ നൽകുന്നുണ്ട്. SSLC +2 പരീക്ഷയൊക്കെ പാസ്സാകുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വർഷത്തിൽ ഈ +2 SSLC വിജയിക്കുന്ന കുട്ടികൾക്ക് B ഗ്രേഡോ അതിന് മുകളിലോ മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നു. അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഗ്രേഡ് ബാധകമല്ല. പിന്നെ നമ്മുടെ സാഫല്യം എന്ന് പറഞ്ഞൊരു പരിചരണ കേന്ദ്രമുണ്ട് കൊറ്റാമത്ത്. അത് ആരും സഹായിക്കാനില്ലാത്ത ഏറ്റവും ഒറ്റപ്പെട്ടു പോകുന്ന ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ 29 പേര് നിലവിലുണ്ട്. 40 പേര് സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ സഹകരണത്തോടെ സഹായത്തോടെയാണ് ആ സ്ഥാപനം നടത്തി വരുന്നത്.
കാവ്യ, ഈ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുമ്പോൾ ജേഡാളി വാചാലയാവും. കാരണം പൊതുപ്രവർത്തക രംഗത്ത് സജീവമായി ജേഡാളി എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാം. ഞാനും ജേഡാളി ഒരേ ക്യാമ്പസിൽ പ്രവർത്തിക്കുകയും സംഘടനാ രംഗത്ത് രണ്ട് ധ്രുവങ്ങളായിരുന്നെങ്കിലും ജേഡാളിയെ സംബന്ധിച്ച് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നല്ല പ്രാസംഗികയായിരുന്നു. ക്ലാസ് ക്യാമ്പയിനുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന വാക്ചാതുര്യമുള്ള നേതാവായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജേഡാളിയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്കൊപ്പം പറഞ്ഞത്.